ലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയുന്നതിനായിട്ട് ഇതേ രീതി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 അതുപോലെ VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DHSCയുടെയും VHSC റിസൾട്ട്സിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ടും അറിയാൻ സാധിക്കും. നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പഠിക്കുന്നത് അതിനനുസരിച്ചാണ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്കൂൾ കോഡ് നൽകണം. അപ്പോൾ ഈ സ്കൂൾ കോഡ് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് DHSC-kerala.gov.in അതായത് DHSC-kerala.gov.in എന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജില്ല കൂടാതെ തന്നെ ഈ ഒരു അറേബ്യൻ ഗൾഫ് അതുപോലെ തന്നെ ലക്ഷദ്വീപ് മാഹി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറേബ്യൻ ഗൾഫ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കേരള ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടുള്ള ഗൾഫിലെ സ്കൂളുകളുണ്ട്, അതായത് ഇന്ത്യൻ സ്കൂളുകളുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ ഒരു ഡീറ്റെയിൽസ് അതായത് ആ ഒരു സ്കൂൾ കോഡാണ് നോക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ കേരളത്തിലുള്ള സ്കൂളിൻ്റെ കോഡാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ജില്ല ഏതാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ല ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഏത് ജില്ലയിലെ സ്കൂളാണ് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യത്തെ സ്കൂളിൻ്റെ കോഡ് നൽകിക്കൊണ്ട് ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കാണിച്ചു തരാം. അപ്പോൾ 01001 എന്നുള്ളതാണ് ആ ഒരു സ്കൂളിൻ്റെ കോഡ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്കൂൾ കോഡ് നൽകിയാൽ സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ 01001 എന്നാണ് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നൽകിയ ശേഷം ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലോഡാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ വിദ്യാർത്ഥിക്കും ലഭിച്ചിട്ടുള്ള ആ ഒരു അതായത് നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കും. ഇവിടെ ഏത് ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികൾ ആണ് എന്നുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അത് സയൻസ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നാലും സയൻസ് എന്നാണ് നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ അത് കോമൺ ആയിട്ട് സയൻസ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും സയൻസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേര് ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം ഇവിടെ രജിസ്റ്റർ നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിനനുസരിച്ച് അത് നിങ്ങളുടെ ഒപ്പം അതായത് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആ ഒരു വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഇതിൽ ജയിക്കാനായിട്ട് മാർക്ക് വേണോ എന്നുള്ളത്. +1 സാധാരണ ജയിക്കാനായിട്ട് മാർക്കിൻ്റെ ആവശ്യമില്ല. അതായത് സാധാരണഗതിയിൽ ഇതിൽ ഉണ്ടാവുക CE ഉൾപ്പെടെയുള്ള മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരിക്കലും ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം ഇതിൽ CE ഉൾപ്പെടെയുള്ള മാർക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ CE ഉൾപ്പെടെയുള്ള മാർക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വിദ്യാർത്ഥിക്ക് 31 മാർക്കാണ് അല്ലെങ്കിൽ അതായത് കെമിസ്ട്രിക്ക് 28 മാർക്കാണ് കെമിസ്ട്രിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുകയല്ല, ജസ്റ്റ് 28 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ കരുതുക ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സബ്ജക്റ്റിൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളിൽ പലരും കരുതും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു കെമിസ്ട്രി സബ്ജക്റ്റിന് ജയിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം കെമിസ്ട്രിയിൽ അതായത് ഒരു വിദ്യാർത്ഥിക്ക് മിനിമം നിങ്ങൾക്ക് അതായത് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 18 മാർക്കാണ്. ജയിക്കുക എന്നല്ല, ജസ്റ്റ് ഒരു മിനിമം മാർക്ക്. ജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് +1 ജയിക്കുക തോൽക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു മിനിമം 18 അല്ലെങ്കിൽ 24 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 18 മിനിമം കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു 18 മാർക്ക് CE തന്നെ, അതായത് സാധാരണ അധിക വിദ്യാർത്ഥികൾക്കും ഒരു മിനിമം ഒരു 15 മാർക്കെങ്കിലും CE മാർക്ക് കൊടുക്കുമെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു CE മാർക്ക് കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു നേരത്തെ കണ്ട ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു റിസൾട്ടിൽ കെമിസ്ട്രിയുടെ മാർക്ക് 28 മാർക്കാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു രീതിയിൽ 15 CE മാർക്ക് കിട്ടിയെന്ന് കരുതുക. അതുപോലെ 18 എഴുത്ത് പരീക്ഷയിലും കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 33 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു TE മാർക്ക്, അതായത് ജയിക്കാനായിട്ട് TE മാർക്കാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു TE മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് 18, 60 മാർക്കിൻ്റെ വിഷയത്തിൽ 18ഉം അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 24ഉം കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡ് ആവും. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന മാർക്ക് എന്ന് പറയുന്നത് CE ഉൾപ്പെടെയുള്ള മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് നോക്കിയിട്ട് അതായത് ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു മാർക്ക് അഥവാ കുറഞ്ഞൊരു മാർക്കാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അവർക്ക് CE ഉൾപ്പെടെ എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് അതായത് മനസ്സിലാക്കാൻ മാത്രമാണ് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +1 മാർക്ക് കുറഞ്ഞു എന്ന് കരുതി പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. +2 നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു മികച്ചൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.